വീട് പണിയാൻ പ്ലാൻ ഉണ്ട്, എന്നാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ? കേൾക്കുമ്പോൾ ഇത് തമാശയായിട്ട് തോന്നും, പക്ഷെ ഇത് ഭയങ്കര ഒരു റിയാലിറ്റിയാണ്. കാരണം ആദ്യം പോയി പ്ലോട്ട് നോക്കും, കോൺട്രാക്ടറെ കാണും, എന്തിന് ഇൻറ്റീരിയർ വരെ ഡിസൈഡ് ചെയ്ത് വെക്കും. അത് കഴിയുമ്പോൾ ഓർക്കുക ഫണ്ടിന് എവിടെ പോകും? ശരിയാണ്, ബാങ്കിൽ പോകണം. ബാങ്കിൽ ചെല്ലുമ്പോൾ എന്തുണ്ടോ? ഫസ്റ്റ് ഷോക്ക് നമുക്ക് കിട്ടും. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ബാങ്കിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇൻകം പ്രൂഫ് ഉണ്ടോ? അപ്പം എന്തായി? 3 വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, പ്രോപ്പർ ഇൻകം പ്രൂഫ് ഇല്ല. പിന്നെ ഒരു പ്രൊഫഷണലിനെ തേടിയിട്ടുള്ള ഓട്ടായി, ഡോക്യുമെൻറ്റേഷനായി, അവിടെ എക്സ്പ്ലനേഷനായി, അങ്ങനെ നമ്മുടെ കുറേ കാര്യങ്ങൾ അവിടെ ഡിലേ ആവും. പ്രോബ്ലം ഇവിടെ ബാങ്കിലെ ലോണല്ല, നമ്മുടെ പ്രോപ്പർ പ്ലാനിങ് ആണ്. ഈ അടുത്ത് നീരജ് മാധവൻ്റെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നീരജ് വെൽ സെറ്റിൽഡ് ആയിരുന്നു, അത്യാവശ്യം നല്ല സാലറിയുടെ എംപ്ലോയി ആയിരുന്നു. എന്നിട്ടാണ് ആൾ വീട് പണി തുടങ്ങിയത്. പക്ഷെ വീട് പണി തുടങ്ങിയത് തൊട്ട് എൻ്റെ ആവണ വരെ ആളുടെ ലൈഫിൽ വന്നു പോയ എല്ലാ സിറ്റുവേഷൻസും നമ്മൾ കണ്ടതാണ്. ഒരു വീട് പണിയാന്ന് പറഞ്ഞത് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് അല്ല, അതൊരു ഫിനാൻഷ്യൽ പ്രൊജക്റ്റ് കൂടിയാണ്. പ്ലോട്ട് നോക്കിയതിന് ശേഷമല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ പ്ലാനിങ് അതിന് മുമ്പേ തുടങ്ങണം. കാരണം ഒരു സിമെൻറ്റും സ്റ്റീലും കൊണ്ട് മാത്രം പണിയുന്നതല്ല വീട്. ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച പോലെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എക്സാക്ട്ലി വൈ ഫിനാൻഷ്യൽ ക്ലാരിറ്റി മാറ്റേഴ്സ്. That's what we help the people to achieve at Phoenix Global Advice.